എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു റിബ്സ് വാങ്ങിച്ചിട്ടുണ്ട്, എല്ലോട് കൂടിയ റിബ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തത് ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ, പിന്നെ 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകം, ജാതിപത്രി ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. ഒരു അനീസ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു സാധനം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർത്തിട്ടുള്ള 3 വലിയ സവാള കൊത്തിയരിഞ്ഞത്, അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5 അല്ലി എടുത്തിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇടുന്ന ഭാഗം സ്കിപ്പായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കല്ലുപ്പാണ് ഏറ്റവും നല്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കല്ലുപ്പാണ്. മറ്റേതിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കണ്ടൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഇത് കല്ലുപ്പാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ഞാൻ വർഷങ്ങളായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്യാം. പിന്നെ ഒരു ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കട്ടെ. ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനീഗർ നമുക്ക് ഒഴിക്കാം. പിന്നെ നമുക്ക് ഒഴിക്കേണ്ടത് ഒരു ശകലം എണ്ണ. ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? വെളിച്ചെണ്ണയാണോ, അതോ സൺഫ്ലവർ ഓയിലാണോ, അതോ നിങ്ങൾ നെയ്യാണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു, എല്ലാ സംഭവങ്ങളും ചേർത്തു. നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ പോകണം. കൈകൊണ്ട് മാറിനേറ്റ് ചെയ്യണം, എന്നാലേ അതിൻ്റെ എല്ലാം അതിനകത്ത് പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കൈകൊണ്ട് മാറിനേറ്റ് ചെയ്യുകയാണ്. കുക്കറിനകത്താണ് വേവിക്കുന്നത്. നല്ലതായിട്ട് ഞെരടി നല്ല വിധം യോജിപ്പിക്കുക. ഞെരടി യോജിപ്പിക്കുക. നമ്മളങ്ങനെ എല്ലാം ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രയും മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പാകത്തിന് വേകാൻ തക്കവണ്ണം നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി ഞാൻ അടപ്പിലോട്ട് വയ്ക്കുകയാണ്. ഒരു 8 വിസിലടുപ്പിക്കുന്നതായിരിക്കും. ബീഫല്ലേ, അപ്പം നല്ലതായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ഞാനൊരു 8 വിസിലടുപ്പിക്കാൻ പോവാണ്. അപ്പം അടുപ്പിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് പോകാം. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ.
ഞാൻ 8 വിസിൽ കഴിഞ്ഞു, 9ാമത്തെ വിസിലും അടിച്ചു. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കണം. ആവിയൊക്കെ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എടുത്തിട്ട് വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് കറി, ബീഫ് റിബ്സിൻ്റെ കറിയാണ്. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് രുചി കൂട്ടാൻ ഇച്ചിരി കടുക് വറക്കാം. കടുകെന്ന് പറഞ്ഞാൽ കടുക്, ഉള്ളിയെല്ലാം അരിഞ്ഞ് കടുക് വറക്കാം. ഞാനത് ചെയ്യുന്നില്ല, കാര്യം ഓയിൽ കൺസപ്ഷൻ ഞാൻ തീരെ കുറവാണ് ഉപയോഗിക്കുന്നത്. പലരും ഒരുപാട് നമ്മൾ ഓയിൽ ഒത്തിരി ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിന് അഴുക്കാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി 1 സ്പൂൺ ഓയിൽ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റിബ്സിനകത്തുള്ള നെയ്യും എല്ലാം കൂടെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വേണ്ടി വരും അത് കഴിക്കാം. കുറച്ച് കരിയാപ്പിലൂടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയോടെ എരി നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് നൽകി നോക്കട്ടെ. വെരി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വെരി ടേസ്റ്റി. വായിൽ കപ്പലോടും അതുപോലത്തെ ടേസ്റ്റാണ്. ഇവിടെ ഇച്ചിരി കപ്പയോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇച്ചിരി ബീഫ് കഴിക്കാം. എന്നുമല്ല, ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമോ ഒക്കെ കഴിക്കാം. നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ റെഡ് മീറ്റാണിത്, ബീഫിൻ്റെ റിബ്സാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻസ്, ഷെയർ ഒക്കെ തരാൻ മറക്കരുതേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.